ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ തനിയെ എവിടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ തനിയല്ല, എൻ്റെ ഹസ്ബൻഡ് ടോമും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നല്ലേ? അപ്പോൾ ഞങ്ങൾ പോകുന്നത് ക്രൊയേഷ്യ. 4-5 ദിവസത്തെ പരിപാടിയാണ്. അതുകൊണ്ടാണ് ഒറ്റയ്ക്കൊരു പെട്ടിയുള്ളൂ, പിന്നെ ഓരോ ചെറിയ ബാഗും. രാത്രി ഇവിടുത്തെ സമയം 7:30 ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. 1-1.5 മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന്. ബാസിലിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം ഞങ്ങളുടെ യാത്രയോടൊപ്പം നിങ്ങളെയും കൂട്ടാണ്. എല്ലാവരും വായോ കേട്ടോ. ഓക്കേ, അപ്പം ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റൊക്കെ എടുത്തു. ഇനി നമ്മൾ ഈ ട്രാമിന് കയറിയിട്ട് നമുക്ക് ബസ്സിന് കയറിയിട്ട് വേണം എയർപോർട്ടിൽ എത്താനായിട്ട്. ഞങ്ങളുടെ ഈ വർഷത്തെ 2ാമത്തെ യാത്രയാണ് കേട്ടോ. ഫസ്റ്റ് യാത്ര നിങ്ങൾ കണ്ടിരിക്കും, നോർത്ത് ഇന്ത്യൻ ട്രിപ്പായിരുന്നു. ഭാഗ്യത്തിന് കശ്മീരിൽ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് അവിടേക്ക് കറങ്ങി എത്താൻ പറ്റി. വളരെ സങ്കടകരമായ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് അന്നത്തെ സിറ്റുവേഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഞങ്ങൾക്ക് അവിടെ പോയിരിക്കുന്ന ഇടമാണേ. എന്നാ ചെയ്യാൻ പറ്റും? കാലാവസ്ഥയൊക്കെ ഏകദേശം ഇവിടുത്തെ പോലെയൊക്കെ തന്നെയാണെന്നാണ് കേട്ടത്. എങ്കിലും ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞ്. ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ മാറി വെയിലാവാനും സാധ്യതയുണ്ട്. ചെറിയൊരു ജാക്കറ്റൊക്കെ ഞങ്ങളും കൈ പിടിച്ചിട്ടുണ്ട്. അടിപൊളി ഷർട്ടൊക്കെ ഉള്ളതിൻ്റെ. പ്രായം കുറച്ച് കാണിക്കാനാണോ ഈ ഷർട്ടൊക്കെ ഇട്ടേട്ടാ? ശരിക്കും പ്രായമായില്ല എന്നാ? ശരിയാ, പ്രായമായി എങ്കിൽ പോലും പ്രായമായ മാവാത്തവരെ പോലെ പെയിൻ്റൊക്കെ അടിച്ച് അങ്ങനെ നടക്കാണ്. സ്വിസ് എയർപോർട്ടിൽ ഞങ്ങൾ വന്നെത്തി. അപ്പം ഞങ്ങൾ ട്രാമിന് വന്നിട്ട് ബസ്സിന് വന്ന് എയർപോർട്ടിൽ ഇറങ്ങി. വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന അത്ര സമയമൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് പെട്ടി ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു യാത്ര. അതെ, ഇതാണ് കേട്ടോ യൂറോ എയർപോർട്ട്. അതായത് 3 രാജ്യങ്ങൾക്ക് കൂടിയുള്ള ഒരു എയർപോർട്ടാണിത്. സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഫ്രാൻസ്. ഇപ്പോൾ ഇവിടെ ഏകദേശം സമയം ഒരു 5 മണിയായിട്ടുണ്ട്. എല്ലാവരും ഈവനിങ് കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് നിങ്ങൾക്കിത് ഇവിടെ ചുറ്റുപാടും നോക്കി അറിയാം. ഞങ്ങൾ അല്പം നേരത്തെയാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കാര്യം ഇത് അത്ര വലിയ എയർപോർട്ടൊന്നും അല്ല എങ്കിൽ പോലും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, പാർക്കിങ്ങിനുള്ള വിശാലമായ ഏരിയയാണിത്. ഇവിടെയൊക്കെ ഈ മരങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഇത് നമ്മളെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ എയർപോർട്ടിലൂടെയാണ്. അകലെയുള്ള ഇടത്തേക്കൊക്കെ പോകണമെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് സൂറിച്ചിൽ ഞങ്ങൾ പോകുന്നതേ ഈസി ജെറ്റിനാണ്. ബേസലിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് സ്പ്ലിറ്റിലേക്കാണ്. കഫേ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ഇതേ സ്പ്ലിറ്റ് 19:35 നമ്മുടെ ഫ്ലൈറ്റ് ഈസി ജെറ്റ്. യൂറോ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഇത്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകുമെന്നും എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റിയതുണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ. ഫ്രീ കിട്ടുന്നതൊക്കെ അല്ലേ, ഒന്ന് അടിച്ചു നോക്കാം. വലിയതില്ല, ഡിയോറിൻ്റെ നല്ല മാർക്കിനത്. ഒരു കുപ്പി വെള്ളം എടുക്കാം അല്ലേ? നമുക്കേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ വെള്ളം കൊണ്ടുവരാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു കിട്ടും. ഇനി ഒരു കുപ്പി വെള്ളം കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. ഹലോ, ബോർഡിംഗ് പാസ്. ലിൻഡിൻ്റെ ചോക്ലേറ്റ് ആണ് കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ വില കുറച്ചിട്ട് എടുത്താ ഇത്. 33.95 €23.76. 30% വിലക്കുറവ്, 400 ഗ്രാം. ഇത്ര ഒരു ഇതിനാണ്. നമ്മുടെ നാട്ടിലെ പൈസ വെച്ചൊന്ന് കൂട്ടി വയ്ക്കുക. അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. സാധാരണ ടോമ് കുപ്പി കണ്ട ഒന്നും നോക്കാതെ പോകാറില്ല. ഇത്തവണ പുള്ളി നോക്കിയില്ല, ഞാൻ വിളിച്ച് പുള്ളീനെ കാണിക്കായിരുന്നു. ഷിവാസ് എനിക്ക് കഴിക്കാനല്ല കേട്ടോ, ദുബായ് സ്റ്റൈൽ ചോക്ലേറ്റ്. അപ്പോൾ ഇത് ദുബായ്, ഇത് ഷ്വൈസർ ചോക്ലേറ്റ് അല്ലേ? അതെ, ഇത് കണ്ടോ, സ്വിറ്റ്സർലൻഡ്, ബാസൽ, ജർമ്മനി, ഫ്രാൻസ്.
സ്പ്ലിറ്റിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ലഗേജിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. യാത്ര ഏകദേശം 1.5 മണിക്കൂറുണ്ടായി. ഓക്കെ, ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു ബസ് വരും, എന്നിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകും. അങ്ങനെയാണ് പ്ലാൻ. അപ്പം നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് മറ്റു വിശേഷങ്ങൾ